നമസ്കാരം. സാമൂഹികക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി തുടരുകയാണ്. പൊതുമരാമത്ത് വകുപ്പിലെ 31 ഉദ്യോഗസ്ഥരാണ് സസ്പെൻഷനിലായിട്ടുള്ളത്. അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാൻ തീരുമാനമായിട്ടുണ്ട്. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. അനന്തപുരിയിലെ തിരുവരങ്ങിൽ കലയുടെ ഉത്സവമേളം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം ശ്രദ്ധാകേന്ദ്രമായി ഗോത്ര കലാരൂപങ്ങൾ. കലാമേള നന്മ ഉണർത്തുന്നതാകണമെന്ന് മുഖ്യമന്ത്രി. സമഗ്ര കവറേജുമായി അമൃത ന്യൂസും. ബഹിരാകാശത്ത് ISROയ്ക്ക് നിർണായക നേട്ടം. PSLV C60 ദൗത്യത്തിൽ വിക്ഷേപിച്ച ക്രോപ്സ് പേലോഡിൽ വൻപയർ വിത്ത് മുളപ്പിക്കുന്ന പരീക്ഷണം വിജയിച്ചു. ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള യന്ത്രക്കൈയുടെ പരീക്ഷണവും വിജയം. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന് മന്ത്രി B. ഗണേഷ് കുമാർ. സനാതനധർമ്മത്തെ ചാതുർവർണ്ണ്യമെന്ന് പറയുന്നത് തെറ്റെന്ന് VD സതീശൻ. സനാതനധർമ്മത്തെ അശ്ലീലമെന്ന് വിശേഷിപ്പിച്ച MV ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് K. സുരേന്ദ്രൻ. സംസ്ഥാനത്തെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് PSC നിയമനങ്ങളിൽ ഗ്രേസ് മാർക്ക് നൽകാൻ നടപടി തുടങ്ങിയെന്ന് ഭിന്നശേഷി കമ്മീഷണർ. നടപടി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ വിമുഖത കാട്ടുന്നുവെന്ന അമൃത ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് ടോപ്പ് 10 ഇംപാക്ട്. സംസ്ഥാനത്തെ റേഷൻ വിതരണം മുടങ്ങി. പോസ്റ്റ് മെഷീനിലെ സാങ്കേതിക തകരാറെന്ന് വിശദീകരണം. തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. GCDA ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. GCDA ഓഫീസിലേക്ക് തള്ളിക്കയറി. ചൈനയിൽ നിന്നുള്ള HMPV വൈറസ് വ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെന്നും മന്ത്രാലയം. രോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാതെ ചൈന. രാജ്യത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥയെന്നും റിപ്പോർട്ട്. സിഡ്നി ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ 6-ന് 141 റൺസ് എന്ന നിലയിൽ 145 റൺസിന്റെ ലീഡ്. ഋഷഭ് പന്തിന് അതിവേഗ അർദ്ധ സെഞ്ചുറി. കണ്ണപുരം റിജിത് വധക്കേസിൽ 9 പ്രതികളും കുറ്റക്കാരെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി ചൊവ്വാഴ്ച. കൊലപാതകം നടന്നത് 2005 ഒക്ടോബറിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. കണ്ണീർക്കാലം പിന്നിട്ട് കലാവേദിയിൽ. തിരുവരങ്ങ് പവേർഡ് ബൈ ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. ഹാപ്പി പീനട്ട് ബട്ടർ ആൻഡ് ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് സാധു മെറി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക്, ചാല ഹിൽസ്, കണ്ണൂർ. കേര ഫെഡിന്റെ പരിശുദ്ധമായ കേര വെളിച്ചെണ്ണ. ആവേശമൊട്ടും ചോരാതെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം. വേദികളെ സജീവമാക്കി നൃത്ത ഇനങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ തലസ്ഥാനം ഒന്നാകെ അത് ആസ്വദിച്ചു. ആവേശക്കാഴ്ചകൾ ഇനിയുള്ള 4 ദിവസവും തുടരും. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് വീണ്ടും ഒരു കലോത്സവം എത്തിയതിന്റെ ആരവം എല്ലായിടത്തും ദൃശ്യമായിരുന്നു. സമരങ്ങളും പ്രതിഷേധങ്ങളും കണ്ട സെക്രട്ടേറിയറ്റും പരിസരത്തും ഉയർന്നുകേട്ടത് ചിലങ്കകളുടെ താളം. അത് ആസ്വദിച്ച് തലസ്ഥാനം. നൃത്ത ഇനങ്ങൾ കൊണ്ട് സജീവമായിരുന്നു ഒന്നാം ദിനം. ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഗ്ലാമർ ഇനമായ സംഘനൃത്തവും അടക്കം കാണികളെ പിടിച്ചിരുത്തുന്ന കലാരൂപങ്ങൾ അരങ്ങിലെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഗോത്ര കലാരൂപമായ മംഗലം കളിയും മത്സര ഇനമായി.
തുടക്കത്തിൽ ജനപങ്കാളിത്തം കുറവായിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടെ സജീവമാകുന്ന കാഴ്ചയാണ് കണ്ടത്. പഞ്ചവാദ്യം, അഷ്ടപതി, നങ്ങ്യാർകൂത്ത്, കഥകളി, ചാക്യാർകൂത്ത് തുടങ്ങിയവയും ആദ്യ ദിനത്തെ ശ്രദ്ധേയമാക്കി. വിധി നിർണയത്തിലൊന്നും പിഴവ് വരാതിരിക്കാൻ വലിയ ശ്രദ്ധ സംഘാടകർ നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോ ഇനത്തിലും 20-ലധികം മത്സരാർത്ഥികളാണ് എത്തിയത്. മത്സരങ്ങൾ ആരംഭിക്കാനുണ്ടായ ചെറിയ കാലതാമസം മാത്രമാണ് ആദ്യ ദിനത്തിലെ പിഴവ്. ഒപ്പന, തിരുവാതിര, ആൺകുട്ടികളുടെ ഭരതനാട്യം, ഒപ്പം ഗോത്രകലാരൂപമായ പണിയ നൃത്തവുമൊക്കെ രണ്ടാം ദിവസവും വേദികളെ സജീവമാക്കും. കലോത്സവ ടീം, അമൃത ന്യൂസ്. ഒന്നാം വേദിയായ നിലയിൽ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചതോടെയാണ് കൗമാര കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞത്. MTയുടെ കലാസൃഷ്ടിക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന വേദിയാണ് കലോത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാരൂപം ദുരന്തത്തിന്റെ അതിജീവനമെന്നും അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കൂടി നടക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കലോത്സവ വേദിയിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, കലോത്സവത്തിന്റെ അങ്ങനെ എല്ലാ ആവേശത്തോടും കൂടി ആദ്യ ദിനം പിന്നിട്ടിരിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രമായ മത്സര ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? അതോടൊപ്പം തന്നെ പോയിന്റ് നിലയും എങ്ങനെയാണ് ആദ്യ ദിനം പിന്നിടുമ്പോൾ? ഞാനിപ്പോൾ ഉള്ളത് വേദി 1-ലാണ്. എനിക്ക് പുറകിൽ കാണാം ഇപ്പോഴും സംഘനൃത്തം തുടരുന്നു. ഇത്രയേറെ രാത്രിയായിട്ടും മുഴുവൻ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും സംഘനൃത്തങ്ങൾ തുടരുന്ന ഒരു ദൃശ്യങ്ങളാണ്. ആളുകൾ പല സ്ഥലങ്ങളിലായി ഒഴിഞ്ഞു തുടങ്ങി. പക്ഷേ മുൻനിരയിൽ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു പോയിന്റ് നില വെച്ച് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഈ ഒരു 3 ജില്ലകളാണ് വലിയ രീതിയിലുള്ള മത്സരം വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. ഈ ഒരു പോയിന്റ് നില വെച്ച് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഇനി നാളെയും ഇതിലുള്ള കടുത്ത മത്സരങ്ങളാണ്, വ്യത്യസ്തമായ മത്സരങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും വലിയ രീതിയിലുള്ള മുന്നേറ്റം എല്ലാ ജില്ലകളും കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വലിയ ആവേശമുണ്ട്. പക്ഷേ ആദ്യ ദിനത്തിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ, ഈ ഉദ്ഘാടന വേദിയിൽ കണ്ട പോലെ അത്രത്തോളം ഒരു ആളുകൾ പിന്നീട് അങ്ങോട്ട് എത്തിയില്ല എന്നുള്ളതാണ്. പല വേദികളിലും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന മോഹിനിയാട്ടമടക്കം, ഒപ്പനയടക്കം, ചാക്യാർകൂത്തടക്കം നടക്കുന്ന പ്രധാന വേദികളിൽ ഈ ആളുകളുടെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. സാധാരണ നമുക്കറിയാം ഈ കലോത്സവ വേദികളിലെല്ലാം തന്നെ ജനനിബിഡമായിരിക്കും, ജനസാഗരമായിരിക്കും, എല്ലാ കസേരകളും നിറഞ്ഞിരിക്കുന്ന സദസ്സായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ വരും ദിവസങ്ങളിൽ നാളെയും ഒക്കെ ഇനിയും കൂടുതൽ മത്സരങ്ങളുണ്ട്. മാത്രമല്ല നാളെ ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ജനത്തിരക്കിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും അത്തരത്തിലൊരു ജനത്തിരക്ക് ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇന്ന് നമുക്ക് പല വേദികളിലും കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഇതൊന്നും മത്സരങ്ങളെയോ വിദ്യാർത്ഥികളെയോ ഒന്നും ബാധിച്ചിട്ടില്ല. വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് എല്ലാ സ്കൂളുകളും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും കാഴ്ചവെച്ചത്. എല്ലാ വേദികളും അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആവേശത്തോടു കൂടി തന്നെ ആ കലാരൂപങ്ങൾ കാഴ്ചവെച്ചതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇനി വരും ദിവസങ്ങൾ അത് വളരെ നിർണായകമാണ്. ആരെടുക്കും എന്നുള്ള ആ കാര്യം, ആര് വിജയിക്കും എന്നുള്ള ആ ഒരു കാര്യം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വ്യത്യസ്തമാർന്ന ആ ഒരു കലാരൂപങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാം. ഹരീഷ് പറഞ്ഞ പോലെ തന്നെ പല വേദികളിലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വേദി 1-ൽ ഏറ്റവും ജനപ്രിയ ഇനമായ സംഘനൃത്തം ഇപ്പോഴും നടക്കുകയാണ്. അവിടെ നിന്നാണ് ഹരീഷ് വിശദാംശങ്ങൾ നൽകിയത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ അരങ്ങു തകർക്കാൻ പതിവ് തെറ്റിക്കാതെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികളെത്തി. ആദ്യ ദിനം തന്നെ ഇവർ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചവാദ്യ മത്സരത്തിലും ചാക്യാർകൂത്തിലും സംസ്കൃത ഇനങ്ങളിലുമാണ് മികവ് തെളിയിച്ചത്. കൊമ്പുമുഴക്കി അഖിലും, ഇടയ്ക്കൊട്ടി പ്രവീണും, തിമില തട്ടി ഭഗത് കൃഷ്ണയും ദേവമാധവും അരങ്ങ് തകർത്തപ്പോൾ മദ്ദളം പെരുക്കി ആദർശ് കൊട്ടിക്കൈ. ഇലത്താളം കൊണ്ട് അംബരീഷും അഭിലാഷും കൂടെ ചേർന്നു. ഈ 7-അംഗ സംഘത്തിന്റെ താളപ്പൊരുക്കത്തിന് എ ഗ്രേഡിന്റെ വിജയം ചേർന്നപ്പോൾ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിനത് മറ്റൊരു അഭിമാന നേട്ടം കൂടിയായി.
അമ്മയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് കുട്ടികളെ ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നത്. അമ്മയുടെ പ്രഥമ ശിഷ്യന്മാരിലൊരാളായ സ്വാമി തുരിയാമൃതാനന്ദപുരിയുടെ താല്പര്യവും പിന്തുണയും ചേർന്നതോടെ അമൃത സ്കൂളിന്റെ പഞ്ചവാദ്യ മഹിമ 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പ്രശസ്ത കലാകാരൻ മടിയൻ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി അമൃതയിലെ വിദ്യാർത്ഥികളെ പഞ്ചവാദ്യം അഭ്യസിപ്പിക്കുന്നത്. മികച്ച രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് ഇതുവരെ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ടീച്ചേഴ്സ്, സ്വാമിമാർ, അധ്യാപക ഇതര സുഹൃത്തുക്കൾ, ഇവരൊക്കെ അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുന്നതുകൊണ്ടാണ് ഇത്ര മികച്ച രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. മുൻവർഷങ്ങളിലെ പോലെ ചാക്യാർകൂത്തിൽ എ ഗ്രേഡുമായി അജയ് വി കുമാറും മികച്ച നേട്ടം സ്വന്തമാക്കി. മത്സരം നല്ല മത്സരമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. എന്നെ അഭ്യസിച്ചത് പൈങ്കുളം നാരായണ ചാക്യാരാണ്. പിന്നെ നമ്മുടെ സ്കൂളിൽ ശ്രീകുമാർ സാറും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാർ ഇതെല്ലാം നോക്കുമായിരുന്നു എൻ്റെത്. സ്കൂളിലെ ഹിന്ദി അധ്യാപിക മിനിയുടെയും അഭിഭാഷകനായ വേണുകുമാറിൻ്റെയും മകനാണ് 10ാം ക്ലാസ്സുകാരൻ അജയ്. പാരിപ്പള്ളി അമൃത സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു അവസരം മോന് കിട്ടിയത്. കാരണം മാഷ് കൂടിയാട്ടത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ വരുമ്പോഴാണ് പാഠകത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവനെ കാണുന്നത്. അപ്പോൾ പങ്കെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് മാഷാണ് കൊടുക്കുന്നത്. പൈങ്കുളം നാരായണ ചാക്യാരാണ് ഗുരു. അപ്പോൾ മാഷ് ഒരു കോൺഫിഡൻസ് കൊടുത്തപ്പോൾ നമുക്കും അതൊരു ചെയ്യിക്കാം എന്നൊരു ഉണ്ടായി. സമസ്യാപൂരണത്തിൽ ആർച്ചാകുമാർ ഡിയും ഉപന്യാസരചനയിൽ നിരഞ്ജനയും എ ഗ്രേഡ് നേടി. ഞായറാഴ്ച കൂടിയാട്ടം, കഥാരചന, കവിതാരചന, പ്രഭാഷണം, പ്രസംഗം എന്നീ മത്സരങ്ങളിലും അമൃതയിലെ കുട്ടികൾ മാറ്റുരയ്ക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 5 ഗോത്രകലകൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തി എന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേകത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗോത്ര കലാരൂപമായ മംഗലം കളി അരങ്ങിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് നവ്യാനുഭവമായിരുന്നു. ചരിത്രത്തിലാദ്യമായി 5 ഗോത്രകലകൾ കൂടി കലോത്സവത്തിൽ മത്സര ഇനമായി. വടക്കൻ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നാടൻ കലാരൂപമാണ് മംഗലം കളി. താളത്തോടെയുള്ള പാട്ടുകളും ചുവടുകളുമാണ് ഇതിന്റെ പ്രത്യേകത. തുളുവും മലയാളവും കലർന്നതാണ് വരികൾ. തുടിയാണ് പ്രധാന വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ നടുവളഞ്ഞു നിന്ന് കളിക്കുന്നു എന്നതാണ് മംഗലം കളിയുടെ പ്രത്യേകത. വിവാഹം, പെൺകുട്ടികളുടെ വയസ്സറിയിക്കൽ, താലികെട്ട് തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് മംഗലം കളി അരങ്ങേറുന്നത്. മാവിലാർ സമുദായക്കാരാണ് പ്രധാനമായും മംഗലം കളി പിന്തുടരുന്നത്. ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കലാരൂപം ഇതാദ്യമായാണ് മത്സര ഇനമായി കലോത്സവ വേദിയിലെത്തിയത്. ഇത്തവണത്തെ കലോത്സവത്തിൽ ഗോത്രകലകളെ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്നും നന്ദിയുണ്ടെന്നും പരിശീലകൻ റംഷീദ് മാഷ് പറഞ്ഞു. ഒരു ഗോത്രകല ഈ കലോത്സവത്തിൽ വരുന്നത് ഇതാദ്യമായിട്ടാണ്. 5 ഐറ്റം ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ പരിശീലിപ്പിച്ചത് മംഗലം കളിയാണ്. മംഗലം കളി കാസർഗോഡിൻ്റെ കലാരൂപമാണ്. മാവില, മലവേട്ടുവ വിഭാഗക്കാർ. എല്ലാ കുട്ടികൾക്കും ഞാനിതിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇനി വലിങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാനൊന്നുമില്ല. പക്ഷേ പാട്ടും കൊട്ടും ഈ ശാസ്ത്രീയമായിട്ട് കളി പഠിക്കാത്ത കുട്ടികൾക്കും പാവപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. തുടി എന്ന പരമ്പരാഗത താളവാദ്യത്തിന്റെ താളത്തിനൊത്ത് കലാകാരന്മാർ താളാത്മകമായി നൃത്തം ചെയ്യുന്നു എന്നതാണ് മംഗലം കളിയുടെ മറ്റൊരു പ്രത്യേകത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്ഷേത്രകലയായ അഷ്ടപതിയിൽ മികച്ച വിജയം സ്വന്തമാക്കി പാലക്കാട് നിന്നുള്ള റിദ ഫാത്തിമ. അമൃത ടിവിയുടെ ശ്രേഷ്ഠ ഭാരതത്തിലും റിദ പങ്കെടുത്തിട്ടുണ്ട്. അഷ്ടപതിയിലുള്ളൊരു പെർഫോമൻസ് ആണ്. സാധാരണ ഈ അഷ്ടപതി എന്ന് പറയുന്നത് ക്ഷേത്രകലയായതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കലാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ആളുകൾ ഈ മുസ്ലിം കുട്ടികൾ വളരെ കുറവാണ്. അങ്ങനെ ഒരു കുട്ടിയെ വളരെ വ്യത്യസ്തമായ ഒരു കുട്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം ആ കുട്ടിയെ പരിചയപ്പെടാം. അവളുടെ പേരെങ്ങനെയാണ്? റിദ ഫാത്തിമ. എവിടെയാണ്? പാലക്കാട്. സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യമാണ്. ഈ അഷ്ടപതി മാത്രമാണോ മത്സരിക്കുന്നത്? മത്സരിച്ചത്. അപ്പോൾ ഒരു അഷ്ടപതി മോളുടെ ഒരു പെർഫോമൻസ് കാണും.
അഷ്ടപതി ഇപ്പോൾ എത്ര നാളായിട്ട് പഠിക്കുന്നത്? 2 വർഷമായി. എന്തുകൊണ്ടാണ് അഷ്ടപതി പഠിക്കാൻ തീരുമാനിച്ചത്? ഞാൻ സംസ്കൃതം ചെറുപ്പം തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംസ്കൃതം പഠിപ്പിക്കുന്ന മാഷ് പത്മനാഭൻ ഗുരുവായൂർ, അദ്ദേഹം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. നല്ലൊരു സോങ് ആണ്. അദ്ദേഹം തന്നെ എനിക്ക് മഞ്ഞളൂർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറിൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ച് തന്നു. അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഈ സാധാരണ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം കുട്ടികളൊന്നും ഇങ്ങനെ അഷ്ടപതി പോലുള്ള അതൊരു അങ്ങനെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ കൂടി ഇത്തരം കലാരൂപങ്ങൾ ക്ഷേത്രകലയായതുകൊണ്ട് തന്നെ പഠിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ സാധ്യത കുറവാണ്. എന്തുകൊണ്ട് മോൾ അഷ്ടപതി തിരഞ്ഞെടുത്തു? വീട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടാണ്. വീട്ടുകാരായാലും സ്കൂളുകാരും എല്ലാവരും സപ്പോർട്ടാണ്. ചെറുപ്പം തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഈ 2 വർഷമായിട്ട് അഷ്ടപതി പഠിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആളുകളുടെ ഇടയിലൊക്കെ ഈ അഷ്ടപതി പഠിക്കുന്നതാണെന്ന് അറിയാലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരോധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല, ഉണ്ടാവില്ലായിരിക്കും. ഏതായാലും സജീവമായി പുരോഗമിക്കട്ടെ ഈ കലാമേള. ഒപ്പം ഈ കലോത്സവത്തിനെത്തിയതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സോ മച്ച്.